ശേഷം അത് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രസ് ചെയ്ത് അവിടെ ന്യൂ എക്സൽ ഫയൽ, അതുപോലെ ന്യൂ ഷീറ്റ്സ് ഫയൽ, പിന്നെ ടെംപ്ലേറ്റ്സ് ആവും. ഈ ന്യൂ ഷീറ്റ്സ് ഫയലും എന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത ഒരു പുതിയ ഒരു ഫയൽ നമ്മൾ എടുക്കുകയാണ്. പിന്നെ അങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കാം. ഇതിൽ 1, 2, 3 ഇങ്ങനെ അടിക്ക് 1000 വരെ നമ്പറുകൾ ഉണ്ടാവും. ഏറ്റവും അടിയിൽ 1000 ആണ്, 1000 നമ്പറുകൾ ഇതുണ്ടാവും കള്ളികളായിട്ട്. പിന്നെ അതേപോലെ സൈഡിലേക്ക് എ മുതൽ ബി സി ഡി ഇങ്ങനെ സെറ്റ് വരെ ഉള്ളതാണ് ഉണ്ടായിരിക്കുക. ഇങ്ങനെ അതിൻ്റെ ഒരു പേജ് വരുന്നത്. ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഓരോ ഫോർമുലകളാണ് ഇതിൽ എഴുതുന്നത്. ഫോർമുലകൾ എഴുതുന്നത് നമ്മൾ ഏത് ഉദ്ദേശിച്ചാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോർമുലകൾ എഴുതിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ കണക്കുകൾ ഉണ്ട് എങ്കിൽ ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ പല ആളുകൾക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ പല ആളുകളിൽ നിന്ന് കിട്ടേണ്ട കുറേ കണക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു കള്ളി എടുക്കുകയാണ്. ഈ കള്ളി അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ബി ആണ്, സൈഡ് നോക്കുകയാണെങ്കിൽ 11 ആണ്. അപ്പോൾ B11 ആണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ B11 എന്ന കളിയിൽ ഞാൻ ഒരു സംഖ്യ ഇതാണ്, 3 അക്ക സംഖ്യ. പിന്നെ അതിൻ്റെ അടിയിൽ വേറെ സംഖ്യ, ഇങ്ങനെ ഓരോ 3 അക്ക സംഖ്യകൾ ഇങ്ങനെ നമുക്ക് കിട്ടണ്ടോ കൊടുക്കണ്ടോ എന്തായിക്കോട്ടെ ഇങ്ങനെ കുറേ എണ്ണം നമ്മളിങ്ങനെ എഴുതിപ്പോയി. ഇങ്ങനെ ഒരു 4-5 എണ്ണത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എഴുതി. ഇങ്ങനെ എഴുതിയിട്ട് ഇപ്പോൾ ഇത് നമ്മൾക്ക് ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് എന്ന് കൂട്ടണമെങ്കിൽ നമ്മളിത് വേറെ കാൽക്കുലേറ്റർ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് നമ്മളിവിടെ ഒരു ഫോർമുല കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടേണ്ടത് B10 നിൽക്കാം. B11 മുതൽ B16 വരെയുള്ള കള്ളികളിൽ ഞാൻ എഴുതിയ സംഖ്യകൾ അതിൻ്റെ ആൻസർ കിട്ടേണ്ടത് B10 ആണെങ്കിൽ അവിടെ ആദ്യം ഒരു സമം ഇടുന്നു. സമം ഇട്ടാൽ അതാണ് ഈ ഫോർമുലയുടെ ഫസ്റ്റ് വരുന്നത്. ഒരു ഈക്വൽ ഇട്ട് പിന്നെ SM എന്ന് കൊടുക്കുന്നു. SUM കൊടുക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫോർമുലേൻ്റെ ഇത് വാല്യൂ 1, വാല്യൂ 2. അപ്പോൾ നമ്മൾ ഈ ഏതാണ് റേഞ്ച് എന്ന് അവിടെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് മുതൽ ഏത് വരെയുള്ള സംഖ്യൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടുമെങ്കിൽ അത് ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് B11 മുതൽ B16 വരെ എല്ലാമാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തു, ഓക്കെ കൊടുത്താൽ അത് എത്രയാണ് ടോട്ടൽ കിട്ടി? 12,906. ഇത് അതിൻ്റെ ഒരു രൂപം. ഈ 1 മുതൽ 1000 വരെയുള്ള കള്ളികളിലും ഈ സംഖ്യകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കൂട്ടൽ പ്രയാസമാണല്ലോ. അപ്പോൾ ഇവിടെ ഒറ്റ ഫോർമുല എഴുതിയാൽ ആ സെക്കൻഡ് അതിൻ്റെ ആൻസർ അവിടെ കിട്ടും. ഇത് സം എന്നറിയുന്ന ഒരു രൂപമാണിത്. ഇനി ഇത് കണക്കിൽ ഇനി വേറെ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഇന്ന് നമ്മൾ ഡേറ്റ് ഇട്ടു. ഇപ്പം ഇന്നത്തെ ഡേറ്റ് ഇവിടെ നമുക്ക് ഇന്ന് കിട്ടണമെങ്കിൽ നമ്മളൊന്നും ചെയ്യണം, നമ്മൾ ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. വെറും നമ്മൾ സം ഇട്ടുകൊണ്ട് ടുഡേ എന്ന് എഴുതിയാൽ പിന്നെ അതാ ഈ 2 ഓപ്പൺ ചെയ്യുക, ക്ലോസ് ആക്കുക, അത് ടിക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് കിട്ടി. അത് 2/15/2025 ആണല്ലോ. അപ്പോൾ ഇത് 2 എന്നറിയുന്നത് മാസമാണ്. അപ്പോൾ ഇതിൽ മാസം ആദ്യം, പിന്നെ രണ്ടാമത് 15 ഡേറ്റും, പിന്നെ 2025 കൊല്ലമായ നിൽക്കാണ് നമ്മളധികം ഉപയോഗിക്കുന്ന ഡേറ്റ്, പിന്നെ മാസം വർഷം എന്നതാണല്ലോ. അപ്പോൾ ആ മറ്റവിടെ ഉണ്ട്, അത് നമുക്ക് ശരിയാക്കാനുള്ളൂ. നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് ഏതാ വേണ്ടതെങ്കിൽ കൊടുക്കാനുള്ളൂ. ഈ ഇതിൽ നമ്മൾ സംഖ്യകളോട് ഡേറ്റ് ഇട്ടതിന് ശേഷം ഇപ്പുറത്ത് ഈ ഡേറ്റിൽ ദിവസം ഏതാണ് നമുക്കറിയില്ല. ഈ ദിവസം നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് അവിടെ വേറെ ഫോർമുല കൊടുത്താൽ മതി. ടെക്സ്റ്റ് എന്ന് എഴുതിയിട്ട് പിന്നെ നമ്പർ ഫോർമാറ്റ്, ഈ നമ്മളിട്ട ഡേറ്റ് ഇന്നത്തെ ദിവസം ഏതാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ബ്രാക്കറ്റ് ഇതിൽ കോമട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡേറ്റ് ആണെങ്കിൽ D എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ സാറ്റർഡേ, ഇന്ന് ശനിയാഴ്ചയാണ്, അപ്പോൾ സാറ്റർഡേ വന്നു. ഇങ്ങനെ ആ ദിവസം ഏതാണെന്ന് കിട്ടാനുള്ളതുണ്ട്. ഇതുപോലെ ദിവസവുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ ഉണ്ട്. സംഖ്യകൾ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സമ്മ് ഇവിടെ നേരത്തെ പറഞ്ഞു, സമ്മ് ഒന്ന് കൂട്ടുക, കുറേ സംഖ്യകൾ കൂട്ടാൻ, പിന്നെ കുറക്കാൻ ഇതുകൊണ്ട് പറ്റും, മൈനസ് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, അതൊക്കെ നമ്മൾ ഇതേപോലെ ഫോർമുലകൾ കൊടുത്താൽ ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് ഈ ഒരു മാസത്തെ നമ്മൾ കണക്കുകൾ എഴുതുമ്പോഴും ഒരു വർഷത്തെ കണക്കുകൾ നമ്മൾ എഴുതിയതിന് ശേഷം ഒരു മാസത്തെ ജനുവരി മാസത്തെ യാത്രാ ചെലവ് എന്ന് പറഞ്ഞ ഒറ്റ